ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ജ്യോതിഷത്തില് ആരൊക്കെ ഏത് പുതിയ തിയറി ആയിട്ട് വന്നാലും അതൊക്കെ വെറും ഉപരിപ്ലവമാണെന്നും അത് ഫേക്ക് ആണെന്നും ഒക്കെ പഴയ അസ്ട്രോളജേഴ്സ് പറയാനുള്ള കാരണം എന്താണ്? ഇത് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ഫേക്ക് എന്നുള്ള വാക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. സത്യത്തിൽ നത്തിങ് ഇസ് ഫേക്ക്. ഇതെല്ലാം പല ഡയറക്ഷൻ വ്യൂയിങ് ആംഗിൾസ് ആണെന്ന് മാത്രം. ഇപ്പോ ജ്യോതിഷത്തില് ALP എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ വൺ ഓഫ് ദ ഫേമസ് തമിഴ് അസ്ട്രോളജർ. KP എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. KP ഈസ് ഓൾസോ. പിന്നെ ഉണ്ട് DNA. ഇതൊക്കെ ഇത് ഒരു വ്യൂ പോയിന്റ് ആണ്. ഒരു മഹാസാഗരത്തെ ഒരു ആംഗിളിൽ നിന്ന് വീക്ഷിക്കുന്നു, വേറെ ആൾ വേറെ ആംഗിളിൽ നിന്ന് വീക്ഷിക്കുന്നു. ഇനി പണ്ട് ആനയെ പലരും പല ആംഗിളിൽ നിന്ന് വീക്ഷിച്ചിട്ട് ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്ന ഒരു കഥ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ഫ്രണ്ടിൽ വന്ന് വീക്ഷിച്ചു കഴിഞ്ഞപ്പോ തുമ്പിക്കൈ കണ്ടു, ബാക്കിൽ നിന്ന് വീക്ഷിച്ചപ്പോ വാല് കണ്ടു. അപ്പൊ അയാൾ പറഞ്ഞു വാലാണ്, ഇത് തുമ്പിക്കൈ ആണെന്ന് പറയുന്ന മാതിരി ഇവരെല്ലാവരും വീക്ഷിച്ചത് പല ആംഗിളിൽ നിന്നാ. ALP, KP, DNA എന്ന് പറയുന്ന നമ്മളുടെ DNA കണക്റ്റഡ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. നമ്മുടെ DNA ഇല്ലേ, മറൈപ്പൊരുൾ എന്നൊക്കെ പറയുന്ന ജീൻ അങ്ങനെയൊക്കെയുള്ള അതുമായിട്ട് കണക്ട് ആണെന്നാണ്. KP എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആള് കണ്ടുപിടിച്ച കൃഷ്ണമൂർത്തി പദ്ധതി എന്ന് പറയും. ഇത് അതുപോലെ തന്നെ ഒരു പദ്ധതിയാ, അക്ഷയ ലഗ്ന പദ്ധതി. ഇനി മെത്തേഡെന്നോ തിയറിയെന്നോ B തിയറിയെന്നോ ഇനി എന്റെ പേരിൽ വിനയൻ ഗുരുക്കൾസ് തിയറി അല്ലെങ്കിൽ V തിയറിയെന്നോ X തിയറിയെന്നോ ഒരാള് പറഞ്ഞിട്ട് അസ്ട്രോളജിയിലെ ഒരു പുതിയൊരു ബ്രാഞ്ച് കൊണ്ടുവന്നാൽ തന്നെ nothing is new. Everybody is taking the fundamentals of Vedic astrology. Maybe they are taking the fundamentals from Parashari system of Hora, or they may be taking it from Varahamihira system of Hora. മിക്കവാറും പേര് ഇത് കൊണ്ടുവന്ന ആളുകളുടെ പലപ്പോഴും നിങ്ങൾ നോക്കിക്കോ, they may not have, KPയുടെ കേസല്ല ബാക്കിയുള്ളവരുടെ കേസും, they may not have deeply gone to the secrets and the basics of fundamentals and basics of Vedic astrology. അവർ അത്ര ഡീപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇതൊക്കെ മിക്ക ആളുകൾക്കും അറിയാവുന്നതാണ്. കാരണം ഇവര് ആര് പുതിയ തിയറി കൊണ്ടുവന്നാലും നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇവര് എടുക്കുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് അസ്ട്രോളജി. എന്താ ഫണ്ടമെന്റൽസ്? ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, രാശികള്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ജ്യോതിഷം. ഇനി ഗ്രഹങ്ങളുടെ ഇതല്ലാണ്ട് പഞ്ചാംഗം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതെല്ലാം ഗ്രഹങ്ങളുടെ അടിപ്പടയിൽ വന്നിരിക്കുന്ന സാധനമാണ്. ഈ പഞ്ചാംഗത്തിൽ തന്നെയാണ് നക്ഷത്രമൊക്കെ. അതൊക്കെ തിഥി, വാരം, നക്ഷത്രം, കരണം, നിത്യയോഗം. പഞ്ചാംഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഉള്ളൂ. മെയിൻ സാധനങ്ങൾ രാശി, ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്. ഗ്രഹങ്ങളുടെ കാരകത്വം, ഗ്രഹങ്ങളുടെ എനർജി. കാരകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ എന്ന് ചിലവർ പറയും, കർമ്മം അല്ലെങ്കിൽ കാരകത്വം. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും എനർജി ഉണ്ട്. ആ എനർജിയെ 9 ടൈപ്സ് ഓഫ് എനർജി ആയിട്ട് തിരിച്ചാൽ, ഇപ്പൊ നിങ്ങൾ സ്ട്രിങ് തിയറി ഒക്കെ ഫിസിക്സിൽ പഠിച്ചേക്കണ മാതിരി, അതേപോലെ എവറിഥിങ് ഹാസ് എനർജി ലൈൻസ്, എനർജി ഫീൽഡ്സ് ഇൻ ഇറ്റ്സ്. ഇറ്റ് മേ ബി ലൈക്ക് സ്ട്രിങ്സ്, ഒരു എനർജി വേവ്സ്. ഇത്തരത്തിൽ എല്ലാ ആറ്റം എടുത്താലും ആറ്റങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസ്, സൂര്യനെ പോലുള്ള ന്യൂക്ലിയസും ചുറ്റും ഉള്ള ന്യൂക്ലിയസിൽ തന്നെയുള്ള പ്രോട്ടോൺസ്, ന്യൂട്രോൺസും ചുറ്റും ഓടുന്ന ഇലക്ട്രോൺസ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇറ്റ് ഈസ് ലൈക്ക് എ പ്ലാനറ്ററി സിസ്റ്റം. സൗരയൂഥം മാതിരിയുള്ള പ്ലാനറ്ററി സിസ്റ്റം അല്ലേ നമ്മുടെ ഓരോ ആറ്റത്തിലും. അതിന്റെ തന്മ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ പോലെ തന്നെയാണ്. ഇറ്റ് കാനോട്ട് ബി ചേഞ്ച്ഡ്. നമ്മുടെ ഓരോ ആറ്റത്തിലും അടങ്ങിയിട്ടുള്ള ഈ ഫ്രീക്വൻസി, ഓരോ ആറ്റത്തിൽ അടങ്ങിയിട്ടുള്ള ഫ്രീക്വൻസി ഗ്രഹങ്ങളുടെ ഫ്രീക്വൻസി ആയിട്ട് കണക്റ്റഡ് ആണ്. ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് ഗ്രഹങ്ങളുടെ റേഡിയേഷൻ അഥവാ ഗ്രഹങ്ങളുടെ ആ രശ്മി
നമ്മൾ ചെലുത്തുന്ന രശ്മിയുടെ ശക്തി കൊണ്ട് നമ്മളിലും അതിന്റെ ഫ്രീക്വൻസി മാറും എന്ന് പറയുന്നത്. ആ തരത്തിലാണ് മൊത്തം അസ്ട്രോളജി ഡീകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉണ്ടാക്കിയിരിക്കുന്ന ഡീകോഡ് അല്ല, മൊത്തം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും ശരകലയിൽ ഊന്നിയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശരകല അറിയാവുന്ന ജ്യോത്സ്യന്മാർ വളരെ കുറവാ. ശരകലയിൽ ഊന്നിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവൻ 2 നാഡിയിലൂടെയും ബാക്കി വരുന്ന 12 നാഡി, 14 നാഡി എടുക്കണേ 12 2 14, 10 നാഡി എടുക്കണേ 8 2 10, 12 നാഡി എടുക്കണേ 10 2 12. ഇത് അറിയാവുന്ന മർമാണികൾക്കാണെന്നുള്ളതാണ് വേറെ രഹസ്യം. നക്ഷത്ര മർമ്മങ്ങളും ഗ്രഹമർമ്മങ്ങളും നാഡീമർമ്മങ്ങളും ഒക്കെ അറിയാവുന്നത് നല്ല ജ്യോത്സ്യന്മാർക്ക് മാത്രം, നല്ല മർമാണി, അതായത് സിദ്ധൻ പരമ്പരയിൽ വന്ന ജ്യോത്സ്യന്മാർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് അറിയാൻ പറ്റണമെന്നില്ല. സിദ്ധ പരമ്പരയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കളരി ഗുരുക്കന്മാർക്ക് അറിയാൻ പറ്റുമെന്ന് അർത്ഥം. പലതും മിക്ക ആൾക്കാർക്കും അല്ലാത്തവർക്ക് അറിയുന്നത് വളരെ റേറാ, ഒരു സാധ്യതയില്ല. കാര്യം ഇത് രഹസ്യമായിട്ട് വർഷങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്നതാ. അപ്പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഗ്രഹങ്ങളുടെ കാരകത്വം അഥവാ എനർജി. ഗ്രഹങ്ങൾ റേഡിയേഷൻ ചെലുത്തുന്നതിന്റെ ഫലമായിട്ട് മനുഷ്യരിൽ അതിന്റെ എനർജി വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തർക്കും. നക്ഷത്രങ്ങൾക്ക് കാരകത്വമുണ്ട്, അതിനെ താരകാരകത്വം അഥവാ സാരം എന്ന് പറയും. ഈ KP എന്ന് പറയുന്ന കൃഷ്ണമൂർത്തി ഫലം പറയാനായിട്ട് നക്ഷത്രത്തിന്റെ കാരകത്വമാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു ഗ്രഹം ഏത് നക്ഷത്രത്തിന്റെ കാലിലിരിക്കുന്നു, എത്രാമത്തെ കാലിൽ എത്രാമത്തെ പാദത്തിലിരിക്കുന്നു, പാദസാരം എന്ന് പറയും. അതായത് ഒരു ഗ്രഹത്തിന്റെ ബലം രാശിയിൽ ഇരിക്കുന്നതുകൊണ്ടല്ല, ഏത് നക്ഷത്രത്തിലിരിക്കുന്നു ആ നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്, ആ അധിപൻ ഏത് രാശിയിൽ ഇരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ഭാവാത്ഭാവം കണക്ട് ആക്കുന്നത് KP കൃഷ്ണമൂർത്തി പദ്ധതി. എന്നാൽ അത് ഒരു വ്യൂ പോയിന്റ് മാത്രമായിരുന്നു. പരാശരരുടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് അതെടുത്തു. പിന്നെയും ഒരു ഇരട്ട കൊച്ചുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ബലം മാറിപ്പോകുന്നത് എന്തുകൊണ്ടെന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇത് ഉണർന്നത്, KPയുടെ കാര്യം. ഇതൊരു ലോങ് വീഡിയോ ആയി പോയേക്കാം കേട്ടോ. അപ്പൊ KP അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മളുടെ ദശ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻ ലോഡായിട്ടുള്ള പ്രധാന, ഇപ്പൊ ദശാനാഥൻ ഉണ്ടല്ലോ, ആ ദശാനാഥൻ എടുത്തു. പിന്നെ സബ് ലോഡ് ഉപദശാനാഥൻ എടുത്തു, സബ് ലോഡ് എടുത്തു, ഉപദശാനാഥൻ എടുത്തു, സബ് ലോഡ് എടുത്തു, ഉപദശാനാഥൻ എടുത്തു. എന്ന് പറഞ്ഞാൽ ഒരു ദശയെ തന്നെ അപഹാരമായിട്ട് കണക്കാക്കേണ്ട ഡിവിഷൻ, അപഹാരത്തെ ഛിദ്രമായി കണക്കാക്കേണ്ട ഡിവിഷൻ, ഛിദ്രത്തെ പിന്നെ അന്തരമായി കണക്കാക്കേണ്ട ഡിവിഷൻ, ഇങ്ങനെ 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 സബ് ഡിവൈഡ് ചെയ്ത് പോയിട്ട് ഓരോ സമയത്തെ ചുരുക്കി ഈ ദശാനാഥൻ എവിടെ ഇരിക്കുന്നു, ഉപദശാനാഥൻ എവിടെ ഇരിക്കുന്നു, ഉപദശാനാഥനെ സബ് ലോഡിനെ വെച്ചുകൊണ്ട് ബലം പറയുന്ന ഒരു മെത്തേഡ് തന്നെ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. പക്ഷെ ഇത് ഈ ഗ്രഹങ്ങളുടെ ഫീച്ചേഴ്സ് ആരാ പറഞ്ഞത്? ഗ്രഹം 9, ഗ്രഹങ്ങളുടെ രാശികള്. ഈ നമ്മള് പരാശര ഹോര ബേസിക് ഫൗണ്ടേഷൻ. ഇനി വേണ്ട, വരാഹമിഹിര ഹോരയിൽ ആദ്യത്തെ 2 ചാപ്റ്ററിൽ പറയുന്ന കാര്യം പഠിക്കാത്ത ജ്യോത്സ്യന്മാർ വരെ ഉണ്ട്. കാണാണ്ട് അറിഞ്ഞിട്ട് ബലം ചൊല്ലരുതെന്നാണ് പഴയ ജ്യോത്സ്യന്മാർ പറയാ. 2 പഠിച്ചാൽ പോരാ, വരാഹോര മൊത്തം പഠിച്ചിട്ട് വേണം ഫലം പറയാന്ന. ഇത് കാണാത്തവന്മാരുണ്ട്. ഇതില് 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയണതാണ് ഗ്രഹങ്ങൾ റേഡിയേറ്റ് ചെയ്യപ്പെടുന്നു, ഗ്രഹങ്ങൾ റേഡിയേഷൻ കൊടുക്കും. മൂർത്തിത്വേ പരികൽപ്പിത ശശപ്രദോ വർമ്മ പുനർജന്മന ആത്മേത്യാത്മവിതാം ക്രതുശ്ചേതതാം വർദ്ധാമര ജ്യോതിഷാം ലോകാനാം പ്രളയോദയ സ്ഥിതി വിഭുഷ്ടനേകായുധ ശ്രുതോ വാചന്ന സതതാതു നൈകര സ്ത്രൈലോക്ക് ദീപരവി എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മരന്ധ്രത്തിലൂടെ എനർജി ഓരോ സമയത്തും ഒലിച്ചിറങ്ങി ഗ്രഹവട്ടമായിട്ടുള്ള തലയുടെ മുകളിൽ ഒരാളുടെ ഇരിക്കുന്ന രാശിചക്രത്തെ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് നമ്മുടെ ശരീരത്തിന്റെ ഗതാംഗത്തെ അറിഞ്ഞാൽ മാത്രമേ, ഗതാംഗത്തെയും സംഗായമാനത്തെയും അറിഞ്ഞാൽ മാത്രമേ, ഇപ്പോ ഇടത്തേ കണ്ണ് ചന്ദ്രൻ വലത്തേ കണ്ണ് സൂര്യൻ എന്ന് പറയുമ്പോൾ ആ രാശിചക്രം നമ്മുടെ തലയിൽ കറക്റ്റ് ആയിട്ട് എങ്ങനെ ഇരിക്കുന്ന വരെ 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല ആശാമാര് പഠിപ്പിക്കണേ പറഞ്ഞാലും എങ്ങനെ നമ്മളില് വൈബ്രേഷൻ ഉണ്ടാവും എന്നുള്ളത്. ഇനി 2-ാമത് പറഞ്ഞിട്ടുണ്ട് എന്ത്? ഭൂയോവി പടുബുദ്ധിബി പടുദീയം ഹോര ഫലജ്ഞത്തയെ ശബ്ദന്യായ സമന്യുതേഷു ബഹുശാസ്ത്രേഷു ദൃഷ്ട്വേഷബി ഹോരാതന്ത്ര മഹാർണവ പ്രതരണെ ഭഗ്നോദ്യമന്വാമഹം സ്വല്പം വൃത്ത വിചിത്രം ആർത്തബഹുലം ശാസ്ത്രപ്ലവം പ്രാരംഭേ എന്ന് പറഞ്ഞാൽ നിങ്ങള് ഇതിന്റെ ഒരു ചെറിയൊരു സംഭവം കാണുന്നത്. പക്ഷെ ഞാനിത് ഒരു മഹാസമുദ്രം കടക്കാൻ വേണ്ടി ഒരു തോണി ഉണ്ടാക്കിയേക്കണ, വെറുതെ തോണി ഉണ്ടാക്കിയതേക്കണല്ല, ജ്യോതിഷം എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക്. പക്ഷെ ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പല ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടും പല ശാസ്ത്രങ്ങൾ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ടും
വളരെ വൃത്ത വിചിത്രത്തോടു കൂടിയ അർത്ഥത്തിലാണ് ഹോര ഉണ്ടാക്കിയത്. ഹോര തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പല ഡയമെൻഷനിലെ അർത്ഥം പുരിയും. ഈ അർത്ഥം പുരിയണ ഈ അർത്ഥത്തെ എടുത്തിട്ട് ഒരു പദ്ധതിയായിട്ട് ഉണ്ടാക്കാന്ന് പറയുന്നത് ഇതേമാതിരി നമുക്ക് പുതിയ നൂറുകണക്കിന് പദ്ധതി ഉണ്ടാക്കാം. എനിക്ക് തന്നെ പല ആംഗിളിൽ നിന്ന് വേണമെങ്കിൽ പല സാധനങ്ങളും ചമച്ച് ഉണ്ടാക്കാം. അപ്പൊ അതാണ് KP. എനിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ. മനസ്സിലായോ? എനിബഡി ക്യാൻ ക്രിയേറ്റ് എനി ഡയമെൻഷൻസ് ഓഫ് അസ്ട്രോളജി ഫ്രം ദീസ് ബേസിക് കോൺസെപ്റ്റ്സ്. ചുരുക്കി പറഞ്ഞ ഗ്രഹങ്ങളുടെ കാരകത്വം കംപ്ലീറ്റ്, രാശിയുടെ കാരകത്വം കംപ്ലീറ്റ്, നക്ഷത്രങ്ങളുടെ കാരകത്വം കംപ്ലീറ്റ് ഇതിൽ പറഞ്ഞേക്കണെയാണ് എല്ലാ സിസ്റ്റത്തിലും എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പുതിയ സിസ്റ്റം കണ്ടുപിടിക്കണവര് D1 ഇന്നത്, D5 ഇന്നത്, കുട്ടികളുടെ ഇത് കണക്കാക്കാൻ D7 എടുത്ത് നോക്കണം എന്ന് പറയുന്ന പുതിയ സിസ്റ്റമാണ്. D7 എന്ന് പറയുന്ന സപ്താംശം എടുത്തിട്ടാണ് കുട്ടികളുടെ അവസ്ഥ പറയുന്നത്. നേരെ രാശി എടുത്തിട്ടല്ല, സപ്താംശം എടുത്തിട്ട് സപ്താംശ ലഗ്നം നമ്മളുടെ ലഗ്നവുമായിട്ട് എത്രാമത്തെ ഭാവാദ്ഭാവമായിട്ട് വരുന്നു, സപ്താംശത്തിലെ ഓരോ ഭാവങ്ങളെയും കൊണ്ട് കുട്ടികളുടെ 12 ഭാവം പറയാൻ പറ്റും. അപ്പൊ സപ്താംശം D7 വെച്ചിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത് ഉണ്ടാക്കുന്നതാണോ? D9 വെച്ചിട്ട് ഭാര്യയുടെ കാര്യം പറയുന്നത് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കുന്നതല്ലേ? എല്ലാം ഈ കോൺസെപ്റ്റ് തന്നെ എടുക്കുന്ന. ഇറ്റ് മീൻസ് ദാറ്റ് നത്തിങ് കാനോട്ട് ബി ചേഞ്ച്ഡ് in any systems of astrology rather than created by Parashari and Varahamihira. In Kerala, we are taking mostly Varahamihira, but we people sometimes mostly interested in Tamil astrology, mostly take Parashari also. അപ്പൊ രണ്ടാമത്തെ കേസ് എന്താണ് ഇയാൾ ഇംഗ്ലീഷ് തട്ടണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ചേഞ്ചിന് വേണ്ടി. അപ്പൊ KP അങ്ങനെ. ഇനി അക്ഷയലഗ്ന പദ്ധതിയോ, അത് വളരെ വിചിത്രമാണ്. നഗരം ലഗ്നം എന്നുള്ള രീതിയിൽ നമ്മൾ ജനിച്ചത് ഒരു ലഗ്നത്തിലാണെങ്കിൽ ഇത് അടുത്ത സമയത്ത് കാലമൊക്കെ ഉണ്ട്, അവരുടെ കാൽക്കുലേഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അടുത്ത വർഷം ലഗ്നം മാറി ഇവിടെയാവും, അടുത്ത വർഷം ലഗ്നം ഇതായിട്ട് എടുക്കണം, അടുത്ത വർഷം ലഗ്നം ഇതായിട്ട് എടുക്കണം. നഗരം ലഗ്നം ചേഞ്ച് ആക്കി ബലം പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാവോ? എങ്ങനെയിട്ട് തെങ്ങും പറഞ്ഞാലും മാങ്ങ ഇഷ്ടമാതിരി കിടക്കണോണ്ട് ഏതെങ്കിലും വീഴും. അതാണ് അവസ്ഥ. പറയാൻ ബുധൻ തെളിവുള്ള ആർക്കും എന്തു വേണമെങ്കിലും പറയാം. പിന്നെ ജ്യോത്സ്യന്മാര് ഉപയോഗിക്കുന്നവരുണ്ട്, മെന്റലിസ്റ്റുകൾ ഉപയോഗിക്കുന്ന പരിപാടി ജ്യോത്സ്യന്മാര് പണ്ടേ മുതൽ ഉപയോഗിക്കുന്നുണ്ട്. ജ്യോത്സ്യന്മാരെ ഞാൻ കുറ്റം പറയണല്ല. സ്വന്തം കാര്യം നോക്കിയിട്ട് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ രക്ഷപ്പെടുമോ ഇല്ലയോ, അല്ലെങ്കിൽ അത് ശരിയാവും ഇല്ലയോ എന്ന് സ്വന്തമായിട്ട് നോക്കാൻ വേണ്ടി കൂടി ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ലൈഫിന് ചേഞ്ച് ആവാൻ. അപ്പോഴാണ് ഇത് വർക്ക് ആവുണ്ടെന്ന് അറിയുള്ളൂ. അപ്പോ അവരുപയോഗിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ, വേർഡ് മാനിപ്പുലേഷൻ എന്ന് പറയും. ഇപ്പോ നിങ്ങൾ മെന്റലിസം പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് അവരെ എത്തിക്കും. അതായത് ഇപ്പോ ഒരു ബലം പറയുന്ന സമയം, ഇത് കുറച്ച് ലെങ്ത് ആയി പോട്ടെ, ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞത് സിസ്റ്റമാറ്റിക് ആയിട്ടല്ല പറയണത്, കണക്ട് ചെയ്താ പറയണം. നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതായത് ഇപ്പൊ ഒരാളോട് ചോദിക്കണം, ഇപ്പൊ എന്റെ മകളുടെ അവസ്ഥ ചോദിക്കുമ്പോഴത്തേക്കും പറയും, നിങ്ങളുടെ മകള് പഠിക്കുന്നത് ഡിഗ്രിക്കാണോ? പറയും അല്ല. നിങ്ങളുടെ മകള് നേഴ്സാണോ? അല്ല, എന്റെ മകള് നേഴ്സല്ല. അപ്പൊ പിന്നെ ചോദിക്കും, പിന്നെ എന്താ ചെയ്യണം നിങ്ങളുടെ മകള്? എന്റെ മകള് എഞ്ചിനീയറാ. ഓ അങ്ങനെ. അപ്പൊ പിന്നെ മകൾക്ക് കാലിന് വേനുണ്ടോ, മുട്ടിന് വേനുണ്ടോ, നടുവിന് വേനുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് പെൺകുട്ടികൾ ഉണ്ടാവുന്നില്ല, ആൺകുട്ടികൾ ഉണ്ടാവുന്നില്ല, കുറെ ആൺകുട്ടികളുണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും തലമുറ ഇങ്ങനെ തിരിച്ച് ഏതെങ്കിലും നമ്മൾ ചോദിക്കുന്നത് ഒത്തു വരുന്ന രീതിയിൽ ചോദിച്ച് അതിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ട് യഥാർത്ഥത്തില്. കാര്യം കണിയന്മാരുടെ അസ്ട്രോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവര് തന്നെ പല ട്രിക്സ് പഠിപ്പിച്ചു തരും. കാര്യം എൻ്റെ ഒരു ആശ, പ്രധാനപ്പെട്ട ഒരു ആശം കണിയനായിരുന്നു. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ച്, അപ്പൊ അവര് നമ്മളായിട്ട് നമ്മൾ പറയണൊക്കെ വിഴുങ്ങുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ്. അവരുടെ ബുദ്ധി അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അവര് എന്ത് വിചാരിക്കും, ഇയാള് പറയണൊക്കെ ശരിയാവുണ്ടല്ലോ എന്ന് വിചാരിക്കും. അതങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പൊ KP പറയുന്ന രീതിയാണെങ്കിലും ALP പറയുന്ന രീതിയാണെങ്കിലും DNA കാര്യം, കർമ്മനക്ഷത്രം എന്ന് പറയുന്ന സാധനമുണ്ട്. നക്ഷത്രങ്ങള് വരിസയായിട്ട് 9 എണ്ണം അങ്ങോട്ട് നിരത്തി പിടിച്ച് എഴുതിയാല് ആ കർമ്മനക്ഷത്രം കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത്തരത്തില് വരിസയില് കർമ്മനക്ഷത്രം ഇങ്ങനെ എഴുതി വെച്ചു: അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകര, തിരുവാതിര, ഉണർന്നു പോയി. അതിൽ നിന്ന് നമ്മൾ 9 വരിസ ഇങ്ങനെ എഴുതുന്നതിന് പകരം തിരിച്ച് എഴുതി വെച്ച് ഇത് ഇന്ന ആളുടെ നക്ഷത്രം,
അശ്വതി ഭരണി കാർത്തിക എന്ന ആ ഒരു ഇത് ഓർഡർ മാറ്റി എഴുതി കഴിഞ്ഞപ്പോൾ ചില നക്ഷത്രങ്ങൾ ഇന്ന ആളുടെ നക്ഷത്രം, ചില നക്ഷത്രങ്ങൾ അടുത്ത ആളുടെ നക്ഷത്രം. അപ്പൊ ഇന്ന നക്ഷത്രങ്ങൾക്ക് ഇന്ന കർമ്മം ഉണ്ടെന്ന്, ഇന്ന ഗ്രഹത്തിന്റെ കർമ്മം ഉണ്ടെന്ന്. എന്റെ പൊന്നടവേ, എല്ലാവർക്കും എല്ലാ ഗ്രഹത്തിന്റെ കർമ്മം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഇടത്തെ കണ്ണ് ചന്ദ്രനാണെങ്കിൽ വലത്തെ കണ്ണ് സൂര്യനാണല്ലേ. ഈ മൂക്ക് എന്ന് പറയുന്ന ഒരു വായു വലിക്കുന്നത് വ്യാഴം അല്ലേ. നമ്മുടെ എല്ലാ മസിലുകളും വ്യാഴം അല്ലേ. നമ്മളുടെ ഉറുപ്പുകള്, ഇന്ദ്രിയങ്ങള്, അബ്ഡോമിനൽ പാർട്സിലിരിക്കുന്ന ബ്ലാഡർ അല്ലെങ്കിൽ സെക്രീഷൻ ഗ്ലാൻസ് ഒക്കെ ശുക്രനല്ലേ. എല്ലാ സാധനവും എല്ലാത്തിനും വേണം. നിങ്ങൾക്ക് എല്ലാത്തിന്റെയും കർമ്മം ഉണ്ടാവും ലൈഫിൽ. കാരണം നമ്മൾ എല്ലാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ചിലതിന് ആധിക്യം വന്നേക്കാം. അത് ഇന്നതാണ് ആധിക്യം എന്ന് അറിയാത്ത കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച് പോകത്തില്ലേ. അസ്ട്രോളജി കുറച്ചും കൂടി ഡീപ്പായിട്ട് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ ഇനിയിപ്പോ ഇനിയിപ്പോ ഞാനൊരു മെത്തേഡ് ഓഫ് അസ്ട്രോളജി പറഞ്ഞുകൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോ ശരജ്യോതിഷവും ശരകല പറയുന്നുണ്ട്. ഇത് സിദ്ധൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. സിദ്ധറുകള് പരമ്പരയായിട്ട് പറഞ്ഞിട്ടുള്ളത് എനിക്കായിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ, ഇതൊക്കെ ഓൾറെഡി അടിപ്പടയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ആംഗിള് മാത്രം വ്യത്യാസം വരും. അതുകൊണ്ട് പലരും പഠിപ്പിക്കുന്ന ഫീസ് അല്ല ഞാൻ വാങ്ങിക്കുന്നത്. കുറച്ചുകൂടി പ്രീമിയം ഫീസാണ് ശരകല പഠിപ്പിക്കുമ്പോൾ ഞാൻ വാങ്ങിക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൽ എന്റെ ഇത്രയും വർഷത്തെ റിസർച്ചിൽ ഞാൻ നേടിയിട്ടുള്ള പല അറിവുകളും ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ കൂട്ടിച്ചേർക്കലുകള് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കെന്ന് പറഞ്ഞാൽ അത് ഞാൻ കൂട്ടിച്ചേർക്കണം അല്ല കേട്ടോ. ഓൾറെഡി ഉള്ളത് ഞാൻ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുള്ളൂ. അങ്ങനെ ഇനിയിപ്പോ വി തിയറി എന്നോ കെ തിയറി എന്നോ എന്ത് പേരിട്ട് തിയറി വിളിച്ചാലും ഇറ്റ് വിൽ ബി ജസ്റ്റ് an add on, just a dimension of viewing astrology, nothing new, because everybody is taking the fundamentals of astrological factors, astrological parameters such as ഗ്രഹകാരകത്വ, നക്ഷത്രകാരകത്വ, രാശികാരകത്വ. ഈ 3 സാധനങ്ങള് ഡെവലപ്പ് ചെയ്ത് പോയിട്ടുള്ളത് മാത്രമാണ് അസ്ട്രോളജി. ഈ പുതിയൊരു തിയറി കണ്ടുപിടിച്ചിട്ട് ശത്രു മന്ദസിതോ സമ ശശിസുതോ മിത്രാണ ശേഷാരവി എന്നുള്ളത് മാറ്റാൻ പറ്റുമോ? അത് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തം മാറ്റേണ്ട വരും. ഈവൻ ജൈമിനി സിസ്റ്റം ഓഫ് അസ്ട്രോളജി ഉണ്ട്. ജൈമിനിയുടെ അസ്ട്രോളജി പോലും ഫണ്ടമെന്റൽസ് ഒന്നാണ്. അവര് ഗ്രഹങ്ങളുടെ ദശ കണക്കാക്കുമ്പോൾ ചരദശ എന്ന് പറഞ്ഞിട്ട് ദശ വേറൊരു ടൈപ്പിൽ എടുക്കുന്നു എന്നേ ഉള്ളൂ. ആ ദശ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1, 5, 9 എന്ന് പറഞ്ഞ ത്രികോണ സ്ഥാനത്തെ ബേസ് ചെയ്തിട്ട്. ഇനി വേറെ പറഞ്ഞ ഭൃഗുനന്ദി നാഡി ഞാനൊക്കെ ഫോളോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ ഒരു ആശാൻ തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് ഈ സിസ്റ്റത്തില്. ആ ഭൃഗുനന്ദി നാഡി മെത്തേഡിൽ പഠിപ്പിക്കുമ്പോൾ അപ്പോഴും ഇത് തന്നെ എടുക്കണത്. അത് നാഡിയായിട്ട് നാഡി എങ്ങനെ സ്വാധീനിക്കുന്നു, നാഡികൾ ഗ്രഹച്ചേർക്ക എന്ന് പറയും. ഗ്രഹച്ചേർക്കയെ ബേസ് ചെയ്തിട്ട് ഈ ഗ്രഹച്ചേർക്ക വന്നിട്ട് രാശിയിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കും. ഇവിടെ രാശിയില് അഥവാ ഭാവത്തിൽ ഗ്രഹം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുമ്പോ ഭൃഗുനന്ദി നാഡിയില് ഗ്രഹത്തിന്റെ കണക്ഷൻസ് ആദ്യം നോക്കിയിട്ട് ഈ കണക്റ്റഡ് പ്ലാനറ്റ് ഗ്രഹം ഏത് ഡിഗ്രിയിൽ വന്നിരിക്കുന്നു എന്ന് തിരിച്ചു നോക്കുന്നതെന്നുള്ളൂ. എല്ലാം ഒന്ന് തന്നെ. ഇതെങ്ങനെ ശരീരത്തിൽ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൊണ്ടാണെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ശരകല പഠിപ്പിക്കുന്ന ഞങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയും. ഞാൻ ഇനി ഒരു വി തിയറി എന്നും പറഞ്ഞിട്ട് എന്റെ സംഭവമാണെന്നും പറഞ്ഞ് ഇങ്ങനെയാണ് ശരം ഓടുമ്പോൾ ഇതായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ശരീരത്തിലോടുന്ന ഗ്രഹം ഏതാണെന്ന് എനിക്ക് പറയാൻ പറ്റും. നിന്റെ ശരീരത്തിലോടുന്ന ഗ്രഹം ഏതാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് പലരോടും ചോദിക്കാറുണ്ട്. അത് അറിഞ്ഞിട്ട് കാര്യമുണ്ട്. ഗ്രഹത്തെയോ പഞ്ചീകരണം എന്ന് പറയുന്ന ആശയത്തിലൂടെയാണ് പണ്ട് സിദ്ധന്മാര് എനർജിയെ മാറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ എനർജി മാറ്റുന്നത് കൊണ്ടാണ് പറയുന്നത് സരം തെറിന്തവനക്ക് ജ്യോതിഷം തേവയില്ലെന്ന്. ശരം അറിയാവുന്നവന് ജ്യോതിഷം ആവശ്യമില്ലെന്ന് പറയാനുള്ള കാരണം അതാ. എന്നാലും കർമ്മത്തെ മാറ്റാൻ പറ്റില്ല എന്ന് സിദ്ധനെടുത്ത് പറയുകയുണ്ടായിരുന്നു. അപ്പോ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. സെയിം അടിപ്പടയാണ്. നിങ്ങൾ അസ്ട്രോളജി പഠിക്കുന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ അസ്ട്രോളജി പഠിക്കുക ആദ്യം തന്നെ. ഇത് നിങ്ങൾ ഫൗണ്ടേഷൻ അസ്ട്രോളജി പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ പുതിയ തിയറികള്, പുതിയ മെത്തേഡുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇതിന്റെ അകത്ത് ഇഷ്ടമാരിയൊക്കെ രണ്ടാമത്തെ ശ്ലോകത്തല്ലേ പറഞ്ഞ ഭൂയോപി പടു ബുദ്ധിപി പടുതിയാം ഓര ഫലജ്ഞപ്തയെ എന്ന് പറയുന്നു. അപ്പോ ഇനി അതല്ല, ഗ്രഹങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാനായിട്ട് പുതിയ ഫോർമുലയൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ. ഓൾറെഡി അതൊക്കെ സോഫ്റ്റ്വെയറിലേക്ക് വന്നതുകൊണ്ടൊക്കെ അതിന് ഇനി പ്രത്യേകിച്ച് ഫോർമുലയുടെ ഒന്നും ആവശ്യമില്ല. പഴയ കാലത്ത് ഇപ്പൊ ഞങ്ങളൊക്കെ പഠിച്ച സമയത്തൊക്കെ
പല ഗണിത പദ്ധതികൾ ഉപയോഗിച്ചിട്ട് ഇന്നത്തെ സ്ഫുടം ഗണിക്കുന്ന രീതിയൊക്കെ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അത് ഉപയോഗിക്കാറില്ല, പഞ്ചാംഗത്തിലെ സ്ഫുടം തന്നെയാണ് എടുക്കുന്ന. ഞങ്ങളുടെയൊക്കെ ഗുരുക്കന്മാര് പഞ്ചാംഗം ഗണിക്കുന്ന സമയത്ത് ഇന്ന് നിൽക്കുന്ന ഗ്രഹം സൂര്യൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ജസ്റ്റ് വെറും കലിവർഷം കൊണ്ട് മാത്രം ഗണിച്ചെടുക്കുമായിരുന്നു. ഇന്നതിന്റെ ആവശ്യമില്ല, ആരും ഉപയോഗിക്കണമല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ പഴയ ജ്യോത്സ്യന്മാർ, അതായത് ട്രഡീഷണൽ ആയിട്ട് പഠിച്ചവര്, നമ്മളൊക്കെ മൊത്തം ജാതകം ഒരു സമയത്ത് ഗണിച്ചപ്പോ 2000-ത്തിലൊക്കെ ജാതകം ചുമ്മാ ഒരു പഞ്ചാംഗം വെച്ച് കംപ്ലീറ്റ് കാൽക്കുലേഷൻ, അഷ്ടവർഗം, ഷഡ്വർഗം, ഈ പറയുന്ന സാധനങ്ങൾ എല്ലാം ഗണിച്ച് ഫലം എഴുതി കൊടുക്കുമായിരുന്നു. ഞാൻ 99-ലൊക്കെ എഴുതിയ ജാതകം പല ആൾക്കാരെടുത്തുണ്ട് എന്റെ നാട്ടില്, അതായത് ഇവിടെ. അപ്പൊ അതൊന്നും ഇപ്പൊ ആവശ്യമില്ല. ഇപ്പൊ 1 click എവറി ഡേറ്റ വിൽ ബി ഗെറ്റിംഗ്. അപ്പൊ അതേപോലെ എന്തെങ്കിലും ചേഞ്ച് ആണെങ്കിൽ ഓക്കെ, പ്രിഡിക്ഷൻ only 80% should be expected, because ഒരു ഗ്രഹനില വെച്ചുകൊണ്ട് 100% ഫലം പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ചില ഗുരുക്കന്മാര്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അസ്ട്രോളജേഴ്സ് ഉണ്ട്, തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് അസ്ട്രോളജേഴ്സ്, കേരളത്തിലെ ഏറ്റവും ഫേമസ് അസ്ട്രോളജേഴ്സ്, എൻ്റെ പല ഗുരുക്കന്മാര്, ഞാൻ പേരൊന്നും പറയുന്നില്ല, പിന്നെ നിങ്ങൾ അത് നോക്കിയായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പോലും പറയുന്നത് ഒരു 80% ശരിയാകും. കാരണം അവിടെയും പ്രധാനമാണ് ദൃഢഭാവമേത്, അദൃഢഭാവമേത്. അദൃഢഭാവത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫും കൊണ്ട് മാറ്റാൻ പറ്റും. ദൃഢഭാവത്തെ കർമ്മം അനുഭവിക്കേണ്ടി വരും. ആ കർമ്മം എപ്പോ നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളായി ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഏത് സമയത്ത് എപ്പോ കൃത്യമായിട്ട് അനുഭവിക്കുമെന്ന് പറയാൻ കഴിവുള്ളവര് വളരെ കുറവാണ്. ഇഷ്ടംമാതിരി പേരെന്നാലും ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസും അവർ ഗ്രഹങ്ങളെ വേണ്ടതും പഠിച്ചുകൊണ്ടും അവരുടെ ദൈവാധീനം കൊണ്ടും പറയാൻ പറ്റും എന്നുള്ളതാണ്. ഏതൊക്കെ പുതിയ തിയറി വന്നാലും ആ ദൈവാധീനം, ആ പറയാനുള്ള ശേഷിയും ഉണ്ടെങ്കിൽ മാത്രമേ സത്യമായിട്ട് വരുള്ളൂ. ഇതിനൊരു ഡീകോഡിങ്ങിന് പ്രത്യേകം നിയമം തന്നെ വേണം. അതായത് ഇപ്പൊ ഞാൻ ഗ്രഹങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ പറയാം ഇന്ന ഗ്രഹം എന്നോട് സ്ഥലത്ത് നിന്നാൽ ഞാൻ അതേ റൂള് വെച്ചിട്ട് തന്നെ ആയിരിക്കും പറയുക. റൂള് പാറെന്ന് പറയും, അതായത് കട്ടം പാത്ത് ഫലം സൊല്ലെന്ന് പറയും, അല്ലാണ്ട് ആളെ പാത്ത് സൊല്ലാതെ എന്ന് പറയാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമ്മളുടെ റൂള് കറക്റ്റ് ആണെങ്കിൽ ഒരു 80% വരെ കിട്ടും. റൂളിന് അപ്പാർപ്പെട്ട് എടുക്കരുത് കുറെ. കാരണം എന്താന്ന് പറഞ്ഞാൽ അവരുടെ നല്ല നല്ല പ്രവർത്തികൾ കൊണ്ടിട്ടും റൂള് മാറാം, ചീത്ത പ്രവർത്തികൾ കൊണ്ട് റൂള് മാറിപ്പോകാം. ആ സമയത്താണ് പ്രശ്നവശാൽ വരുന്ന കാര്യങ്ങൾ വരുന്നത്. വല്ല ആഭിചാരമോ കുഴപ്പങ്ങളോ, അല്ലെങ്കിൽ അവരുടെ തന്നെ കർമ്മദോഷം ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ കൊണ്ടൊക്കെ ദോഷങ്ങൾ വരാം. നല്ല കർമ്മങ്ങൾ കൊണ്ട് കുഴപ്പങ്ങൾ മാറിപ്പോകും. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജാതകത്തിൽ ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഈ ജന്മത്തിൽ, അതാണ് പറഞ്ഞത്, അസ്ട്രോളജി എല്ലാവരും പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അസ്ട്രോളജി കൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ജന്മം നിങ്ങൾ പ്രാരബ്ധത്തെ മനസ്സിലാക്കി ആ ചാർട്ട് വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ നിങ്ങൾ എന്തൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ആഡ് ഓൺ ചെയ്യുക അതിനോടുകൂടി. അപ്പൊ നിങ്ങളുടെ പഴയ കർമ്മങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് ഫലിക്കണ. ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങൾ കൂടിയിട്ട് വന്നിട്ട് നിങ്ങൾക്കൊരു സൽഫലം തരും. അതുകൊണ്ട് അങ്ങേയറ്റം കണ്ണടച്ചിട്ട് ഇതേപോലെ വന്ന് എനിക്ക് ചൊവ്വാദോഷം, എന്റെ കാര്യം പോക്കായി ഒന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. പിന്നെ ആര് ദോഷം പറഞ്ഞാലും എന്തെങ്കിലും ദോഷം നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ പറയണ മെത്തേഡ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കോമൺ ആയിട്ട് ഒരു ജ്യോതിഷം പഠിക്കാണ്ട് എൻ്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു, ഒരു ജ്യോതിഷം പഠിച്ചിട്ടില്ല, വന്നാളുടെ ബലം പറയും. ഞാനത് പറയാൻ പാടില്ല, വന്നാളുടെ ഫലം പറയും, കൃത്യമായിരിക്കും. കാര്യം അതൊരു സൈക്കോളജിക്കൽ ടൈപ്പ് ഓഫ് കാൽക്കുലേഷനാണ്. ഒരാൾക്ക് എന്തൊക്കെ ദോഷം വരാമെന്ന് പഠിച്ചു വെച്ചേക്കാണ്. അതവന്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും അവന്റെ ഡ്രസ് കോഡിൽ നിന്നും അവന്റെ കാര്യങ്ങളിൽ നിന്നും അനലൈസ് ചെയ്ത് അറിയാൻ പറ്റും. എന്തെങ്കിലും ദോഷത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ആളെ കാണാൻ വന്നത്, പിന്നെ ആ കാര്യമാണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അങ്ങനെ അറിഞ്ഞാൽ മതി. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യന് വരാവുന്ന ഏതൊക്കെ ദോഷമുണ്ട് എന്ന്. നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കി നോക്കിയേ, എന്നിട്ട് ഒരാളുടെ ബലം പറഞ്ഞു നോക്കി. നിങ്ങൾ ഒരു ജ്യോതിഷം പഠിച്ചില്ലെങ്കിലും ബലം പറയാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ചാർട്ട് നോക്കി നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് കൃത്യമായിട്ട് പോസിറ്റീവ് വരാൻ പോണ, നെഗറ്റീവ് വരാൻ പോണ, എങ്ങനെ ആ നെഗറ്റീവിനെ ഒഴിവാക്കി പോസിറ്റീവ് ആക്കാം എന്ന് ചിന്തിക്കുക മാത്രമാണ് അസ്ട്രോളജി വളരെ കൃത്യമായിട്ട് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എടുത്താണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്തീശ്വരായ നമഃ.